ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിവ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ, വിഭ സോപ്പിനെ പറ്റിയാണ് കേട്ടോ. കുറേ ആൾക്കാരിങ്ങനെ സോപ്പ് ഫേസിൽ യൂസ് ചെയ്യാമോ, ഏതാണ് നല്ലത്, കടലമാവാണോ പയറുപൊടിയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾ ഫുള്ള് കാണണേ. അപ്പോൾ ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 40 രൂപയേ ഉള്ളൂ ഇതിന്. ഇത് 3 ഇയേഴ്സൊക്കെ എക്സ്പയറി ഉണ്ട്, അത്രയൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം, ചിലപ്പോൾ ഈ സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, എങ്കിലും ഞാൻ പറയാൻ കാരണം ശരിക്കും നമുക്ക് സ്കിന്നിന് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്നത് കൊണ്ട് തന്നെയാണ്. ഈ വിഭയുടെ ഹെയർ ക്രീം, ഫെയർനെസ് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വിഭയുടെ തന്നെ ഫെയർനെസ് ക്രീം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സോപ്പ് തന്നെ യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്കിൻ അലർജീസും ഉണ്ടാവില്ല. എന്തെങ്കിലും സ്കിൻ അലർജികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സോപ്പ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഇവർ ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ആയുർവേദിക്കായിട്ടുള്ള ഹെർബലായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. പിന്നെ സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പം ആസ് യൂഷ്വൽ എല്ലാ സോപ്പിലും ഉപയോഗിക്കുമല്ലോ. ഇപ്പം നമുക്ക് തന്നെ സോപ്പ് ബേസ് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ആ സോപ്പ് ബേസ് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ഇതുപോലത്തെ സോപ്പൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു സോപ്പ് ബേസ് വേണം. ആ ഒരു ബേസ് ഇതിലുണ്ട്. അതിനകത്ത് ആ ബേസിൽ കുറച്ചിങ്ങനെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇവരിതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ അലർജീസ് ഉണ്ടാവാതിരിക്കാനും സ്കിന്നിന് കുറച്ച് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു സോപ്പിൻ്റെ യൂസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പം ഒരുപാടങ്ങ് ഭയങ്കര ഫെയർ ആക്കുക എന്നൊന്നും അല്ല കേട്ടോ. കുറേയൊക്കെ നമുക്ക് സ്കിന്നിൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ ആയുർവേദിക്കായിട്ടുള്ള ഫേസ് പാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫെയർനെസ് ഒന്നും കിട്ടില്ല. പക്ഷേ നമുക്കൊരു 1 or 2 ഷെയ്ഡൊക്കെ നമുക്ക് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ സോപ്പ് നിങ്ങൾ ഒരുപാട് കെമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ തീരെ ഒരു ക്വാളിറ്റി കുറഞ്ഞ സോപ്പുകളൊക്കെ ഉപയോഗം നിർത്തുക. നല്ല സോപ്പുകൾ മാത്രം ഉപയോഗിക്കുക. സോപ്പ് ഉപയോഗിക്കണം നിർബന്ധമുള്ളവർക്ക്, അല്ലാത്തവർക്ക് കടലപ്പൊടിയോ കടലമാവ് അല്ലെങ്കിൽ പയറുപൊടിയൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു സോപ്പ് എന്തായാലും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. വിഭയുടെ സോപ്പ് തന്നെയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഇൻഫർമേഷനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇതിൻ്റെ കളർ കണ്ടോ, ശരിക്കും ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. സ്മെല്ലെന്ന് വെച്ചാൽ ശരിക്കും ഒരു നല്ല ഒരു ആയുർവേദിക് സ്മെല്ലാണ്. ശരിക്കും ഒന്ന് എടുത്തറിയുന്ന തരത്തിലുള്ള എടുത്തറിയുന്ന തരത്തിലുള്ളൊരു സ്മെല്ലാണുള്ളത്. കോട്ടയ്ക്കലിൻ്റെ എംബ്ലമൊക്കെ ആ സോപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 75 grams ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ബൈ.